ഇന്ന് നമുക്ക് വിതുരരുടെ ജന്മത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. മാണ്ഡവ്യ മഹർഷി ഒരിക്കൽ കാട്ടിൽ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. അക്കാലത്ത് കുറേ കള്ളന്മാർ അവരുടെ കട്ടെടുത്ത മുതലും ആയിട്ട് രാജകിങ്കരന്മാരെ പേടിച്ച് മാണ്ഡവ്യ മഹർഷിയുടെ ആശ്രമത്തിൽ മഹർഷി അറിയാതെ അത് ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ രാജകിങ്കരന്മാർ വന്ന് കള്ളന്മാരെയും മഹർഷിയെയും ഒക്കെ ഒരുമിച്ച് പിടിക്കുകയാണ്. മഹർഷി ആവട്ടെ ഈ കിങ്കരന്മാരുടെ ഒന്നും സംസാരിക്കുന്നതുമില്ല. അപ്പോൾ മഹർഷിയെയും കള്ളന്മാരെയും എല്ലാം രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി. അപ്പോൾ രാജാവ് ശിക്ഷ വിധിച്ചു, എല്ലാവരെയും ശൂലത്തിന്മേൽ തറച്ചിടുക. കുറേ നാളായിട്ട് മഹർഷി മാത്രം മരിക്കുന്നില്ല, ബാക്കി കള്ളന്മാരെല്ലാം മരിച്ചു. അപ്പോൾ പിന്നെ രാജാവിന് ഇത് പന്തികേടാണെന്ന് തോന്നി. അപ്പോൾ മഹർഷി ഏതോ ദിവ്യനാണെന്ന് മനസ്സിലായി. അദ്ദേഹം തന്നെ മഹർഷി ശപിച്ചേക്കുമോ എന്ന് ഭയന്ന് മഹർഷിയോട് തിന്ന് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തെ താഴെ ഇറക്കുകയാണ്. അപ്പോൾ ശൂലത്തിൽ നിന്നും പിന്നെ താഴെ ഇറങ്ങിയ മഹർഷി നേരെ യമലോകത്തേക്കാണ് പോയത്. യമധർമ്മൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇത്രയും വലിയ തപസ്സൊക്കെ അനുഷ്ഠിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വലിയ ശിക്ഷ വിധിക്കാൻ എന്താണ് കാരണം? അപ്പോൾ യമധർമ്മൻ പറഞ്ഞു, അങ്ങ് ചെറുപ്പത്തിൽ തുമ്പികളെ പിടിച്ച് അതിൻ്റെ വാലിൽ കല്ലുകൊണ്ട് നോവിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ശിക്ഷയായിട്ടാണ് അങ്ങേക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മഹർഷി തിരിച്ച് ചെറിയ പ്രായത്തിൽ പിന്നെ കുട്ടികൾ ഒന്നും അറിയാത്ത പ്രായത്തിൽ കുട്ടികൾ ചെയ്യുന്ന തെറ്റിന് ഇത്രമാത്രം ശിക്ഷ വിധിക്കുന്ന നീ ഒരു ശൂദ്ര സ്ത്രീയിൽ മനുഷ്യനായിട്ട് ജനിക്കട്ടെ എന്ന ശാപം കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ശൂദ്ര സ്ത്രീയിൽ പിന്നെ വേദവ്യാസന് വിതുരർ ജനിക്കുന്നത്. ഇതാണ് വിതുര ജന്മത്തിന് കാരണം. അതായത് യമധർമ്മനാണ് ശൂദ്ര സ്ത്രീയിൽ പിന്നെ വേദവ്യാസന് ജനിക്കുന്നത്. അപ്പം ഈ യമധർമ്മന് കിട്ടിയ ഈ ഒരു പിന്നെ ശാപമാണ് വിതുര ജന്മത്തിന് കാരണം.